जिस कुर्सी पे आप बैठेंगे ना उससे आपका इज्जत न बढ़े बल्कि आपसे उस कुर्सी की इज्जत बढ़े। बाहर के अंधेरे से नहीं, अंदर के अंधेरे से तो कुछ बन जाओ भैया, वरना सब लोग छोड़ के चले जाएंगे। लूसर्स के साथ कोई नहीं टिकता भाई. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബാൾഡാൻ ബിയഡ് ബ്ലോഗ്സ്. ഇപ്പം ഞാൻ പറഞ്ഞ ഈ രണ്ട് മൂന്ന് ഹിന്ദി ഡയലോഗുകൾ ഇത് ഏത് ഫിലിമിൻ്റെതാണെന്ന് ആ ഒരു പടം കണ്ടവർക്കൊക്കെ ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവും. ഏകദേശം ഞാനതിൻ്റെ തർജ്ജമയൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. 2023 ഇറങ്ങിയ വൺ ഓഫ് ദ എന്താ പറയുക ഇൻസ്പിറേഷണൽ മൂവി, മോട്ടിവേഷണൽ മൂവിയായ 12th ഫെയിൽ എന്ന ഗംഭീര പടത്തിൽ നിന്ന് ഉള്ള കുറച്ച് ഡയലോഗുകളാണ്. ഞാൻ എന്തിനാണത് പറഞ്ഞത് ഞാൻ പിന്നെ പറയാം. ഈ പടം ഞാൻ ആക്ച്വലി നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു പടം റിലീസ് ആവുന്നുണ്ട്, കാണണമെന്നൊക്കെ. പക്ഷെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. മൂപ്പർ ആക്ച്വലി ഇങ്ങനെ ഹിന്ദി സിനിമകളുടെ ഒരു ഫാൻ ഒന്നല്ല. ഹിന്ദി സിനിമ അങ്ങനെ അറിയാം, കുറച്ച് ലാംഗ്വേജ് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് ഹിന്ദി സിനിമ അങ്ങനെ കാണാറില്ല. പക്ഷെ ഈ സിനിമ മൂപ്പര് സബ് ടൈറ്റിൽ ഇട്ടിട്ട് കണ്ടിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞു, എടാ ഗംഭീര പടമാണ്, എനിക്ക് ഹിന്ദി അറിയാത്ത എനിക്ക് തന്നെ ഭയങ്കര ഇമോഷണലായി. സോ നീ ഒരു കാര്യം ചെയ്യണം, ഇത് എന്നിട്ടൊന്ന് റിവ്യൂ പറയണം, നീ ഒന്ന് കാണണം ഫസ്റ്റ് എന്തായാലും, എന്നിട്ട് നീ പറ്റുമെങ്കിൽ ഒന്ന് റിവ്യൂ ഇടുക. സോ അങ്ങനെ പറയുമ്പോൾ ഞാൻ നേരെ OTT റിലീസ് ആയിട്ടുണ്ടായിരുന്നു ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ. ഇന്നലെ രാത്രി ഞാൻ പടം കണ്ടു. വാട്ട് എ മൂവിയാണ്, ലൈക്ക് വാട്ട് എൻ ഇൻസ്പിറേഷണൽ മൂവി, വാട്ട് എ മോട്ടിവേഷണൽ മൂവി. ഇത്തരത്തിലുള്ള ഒരു മോട്ടിവേഷണൽ ഇൻസ്പിറേഷണൽ മൂവി കണ്ടിട്ട് കുറേ കാലം. ലൈക്ക് ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ വിനോദ് ശർമ്മ ഇതാണ് മൂപ്പരാണ് ഇതിന്റെ ഡയറക്ഷൻസ് വന്നിട്ടുള്ളത്. പിന്നെ വിക്രാന്ത് മാസൈ ആൻഡ് മേത്ത ശങ്കർ എന്ന രണ്ട് ആൾക്കാരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് മുമ്പിൽ വരുന്നത്. സോ ഇവരെ ആക്ടിങ്ങിലേക്കെല്ലാം വരികയാണെങ്കിൽ ഞാൻ ഈ രണ്ട് ആൾക്കാരുടെ മുമ്പേ സിനിമയൊന്നും കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇവരെ സിനിമ കാണുന്നത്. ഇങ്ങനത്തെ ഒരു നടനുണ്ട് എന്നൊന്നും എനിക്കൊന്നും അറിയുന്നുണ്ടായില്ല. പക്ഷെ ആ വിക്രാന്ത് മേസയുടെ ഒക്കെ അഭിനയം എന്ന് പറയുന്നത് എന്റെ പൊന്നു, ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് മൈൻഡ് ബ്ലോയിങ്, എക്സലന്റ് ആക്ടിങ്. ശരിക്കും പറഞ്ഞാൽ ഈ പടം എന്ന് പറയുന്നത് ഇമോഷണൽ ജേണിയാണ്. തുടക്കം മുതൽ അവസാനം വരെ ഇമോഷണൽസ് ആയിട്ട് ഇങ്ങനെ പ്ലേ ചെയ്ത് പോകുന്ന സിനിമയാണ്. സോ ആ ഒരു എല്ലാ സീനിലൊക്കെ മൂപ്പരുടെ ഒരു എക്സ്പ്രഷൻസ്, ഒരു നോട്ടങ്ങള്, ആ മുഖത്തോണ്ടുള്ള കുറച്ച് എക്സ്പ്രഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ബോഡി ലാംഗ്വേജ് കംപ്ലീറ്റ് ആയിട്ട് ആ ക്യാരക്ടർ അങ്ങോട്ട് ഉൾക്കൊണ്ടുകൊണ്ട് വളരെ മനോഹരമായിട്ട് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ചെയ്തു വെച്ചിട്ട് ഹാറ്റ്സ് ഓഫ്. എനിക്ക് തോന്നുന്നു അടുത്ത വർഷം 2023 ബെസ്റ്റ് ആക്ടർ അവാർഡ്, നാഷണൽ അവാർഡ് വരെ വിൻ ചെയ്യാനുള്ള ഒരു സിനിമയാണ്. ബെസ്റ്റ് ആക്ടറിനും ഈ ഒരു അഭിനേതാവിന് ആക്ടറിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്, കിട്ടട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതേപോലെ തന്നെയാണ് മേധാ ശങ്കർ. വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ ഇമോഷണൽ സീനും കാര്യങ്ങളാവട്ടെ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്, ഫ്രണ്ടായിട്ടും അച്ഛനായിട്ടും അമ്മയൊക്കെ ആയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് നമ്മളെ ടച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ എല്ലാ സീനുകളും കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു ഡയലോഗുകൾ, ഈ 3-4 ഡയലോഗുകൾ, ഇത് മാത്രമല്ല കുറച്ചധികം ഡയലോഗുകളുണ്ട്. സമയപരിമിതി പോലെ എല്ലാം പറയാൻ പറ്റില്ല. സോ ഈ ഡയലോഗുകൾ ഞാൻ എന്തിനാ ഫസ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ സിനിമ കാണുന്ന സമയത്ത് നമ്മൾ ആ ഹെഡ്സെറ്റ് ഒക്കെ ഇട്ട് സിനിമയിലേക്ക് ഉൾക്കൊണ്ട് ആ ഒരു സിനിമേന്റെ ആ ഒരു സോളിലേക്ക് ഇറങ്ങിച്ചെന്ന് കാണുന്ന സമയത്ത് ആണ് ഓരോ സീൻസ് ആയിട്ടാണ് ഈ ഡയലോഗ് വരുന്നത്. ഈ ഡയലോഗ് വരുന്ന ഒരു ഇമോഷണൽ സീൻസ് ഉണ്ട്. ആ സീൻസ് ഒക്കെ കാണുന്ന സമയത്ത് നമ്മളെ ശരിക്കും നമുക്കൊരു കോരിത്തരിപ്പ്, ഇമോഷണൽ ആയിട്ട് നമ്മൾ കോരിത്തരിപ്പ്, നമ്മളെ ഭയങ്കര ആശ്ചര്യം വന്നിട്ട് കോരിത്തരിപ്പല്ല, ഇമോഷണൽ ആയിട്ട് നമ്മൾ കോരിത്തരിപ്പ് ഉണ്ടാകണ്ടേ. ആ സമയത്ത് നമ്മൾ അറിയാതെ കരഞ്ഞു പോകും അല്ലെ. നമ്മൾ പലതും ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ ചിന്തിപ്പിക്കുന്നു നമ്മളെ. അതും കൂടാണ്ട് നമ്മളെ ലൈഫിലേക്ക് നമുക്ക് വേണ്ട ആ ഒരു പോസിറ്റീവ് എനർജി, ഇൻസ്പിറേഷണൽ സംഭവം, സപ്പോർട്ട്, നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മളോട് ചെയ്യണം എന്നുള്ളൊരു സംഭവം നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് 12th ഫെയിൽ. സോ കഥാസന്ദർഭത്തിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഫിലിം, ഈ ഒരു കഥ ഇറ്റ്സ് നോട്ട് ആർട്ടിഫിഷ്യൽ, ഇത് ഉണ്ടാക്കിയതല്ല. ഇതൊരു ലൈഫ് സ്റ്റോറിയാണ്. ഇത് ലൈഫ് ബേസ്ഡ് ഓൺ എ ട്രൂ ലൈഫ് സ്റ്റോറി ഓഫ് മനോജ് കുമാർ ശർമ്മ ആൻഡ് ശ്രദ്ധ ജോഷി. മനോജ് കുമാർ ശർമ്മ ഇപ്പൊ IPS ഉദ്യോഗസ്ഥനാണ്. ശ്രദ്ധ ജോഷി ഇപ്പോൾ IRS ഓഫീസറാണ്. നേരത്തെ IAS ആയിരുന്നു, ഇപ്പൊ IRS ഓഫീസറാണ്. മുംബൈയിൽ കുടുംബത്തിനെ കല്യാണം കഴിച്ച് കുടുംബമായിട്ട് അവർ ജീവിക്കുന്നു. സോ അവരുടെ ഒരു ഇൻസ്പിറേഷണൽ മോട്ടിവേഷണൽ ട്രൂ ലൈഫ് സ്റ്റോറിയാണ് 12th ഫെയിൽ. സോ അവരുടെ പേര് തന്നെയാണ് നമ്മുടെ ക്യാരക്ടറിലേക്ക്,
അതായത് പേര് മാറ്റിയിട്ടൊന്നുമില്ല, സെയിം മുകേഷ് കുമാർ ശർമ്മ ആൻഡ് ശ്രദ്ധ ജോഷി സ്ക്രീനിലേക്ക് വരുന്ന സമയത്ത് അയ്യോ അത് വേറെ തന്നെ ഒരു കെമിസ്ട്രിയാണ്, ഒരു ജേണിയാണ്. ഇതിൽ ആക്ച്വലി പറയുന്നത് മുകേഷ് കുമാർ ശർമ്മയുടെ ജേണി തന്നെയാണ്. അവരുടെ ഒരു മധ്യപ്രദേശിലെ ഒരു ചമ്പൽ എന്ന ഗ്രാമത്തിൽ, ഒരു ഗ്രാമത്തിൽ ജനിക്കുന്നു. അവരുടെ ഒരു വളരെ കുറെ പ്രാരാബ്ദങ്ങളുള്ള ഒരു ചെറിയൊരു കുടുംബം, ചെറിയൊരു കുടില് പോലത്തെ ഒരു വീട്, ആടെ ഒരു മുത്തശ്ശി, അച്ഛനാണെങ്കിൽ ഇപ്പൊ സസ്പെൻഷനിലാണ് ജോലി ചെയ്യുന്നത്, അമ്മ വീട്ടുജോലി, പിന്നെ ഒരു ഏട്ടനുണ്ട്, ഒരു കൊച്ചനിയത്തി ഉണ്ട്. സോ ഇവരൊക്കെ ഒരു ഉത്തരവാദിത്തം, പൈസ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനാവുന്നില്ല, അവർക്ക് ക്യാഷ് ഇല്ലാണ്ടാവുന്നില്ല. അപ്പൊ പഠിത്തത്തിൽ എങ്ങനെയൊക്കെ കോപ്പിയടിച്ചൊക്കെയാണ് അവിടെ ജയിക്കാൻ ശ്രമിക്കുന്നത് ഫസ്റ്റ്. പക്ഷെ അതിൽ നിന്ന് വേറെ ചെയ്യണം, നമുക്ക് കുടുംബത്തെ ഉത്തരവാദിത്തങ്ങൾ എന്റെ ചുമലിലാണ്, സോ അത് നമുക്ക് ചെയ്യണം, ജീവിതത്തിൽ ജയിക്കണം എന്നുള്ളൊരു മോഹമായിട്ട് വരുന്ന ഒരു യുവാവ് ഒരു പൊടുന്നനെ ഒരു നിമിഷം, ഏതോ ഒരു നിമിഷത്തിൽ അവന്റെ മനസ്സിലേക്ക് ഒരു IPS ഓഫീസർ എന്നൊരു ഇൻസ്പിരേഷണൽ സംഭവം ഒരാളിൽ നിന്നും കിട്ടുന്നു. സോ അത് മൂപ്പരൊരു സ്വപ്നമായിട്ട് മാറുകയും ആ സ്വപ്നത്തിലേക്കുള്ള ഒരു യാത്രയാണ് സിനിമ കാണിക്കുന്നത്. സോ അത് വളരെ മനോഹരമായിട്ട് ആ ഇമോഷൻസ് വിടാതെ എന്തൊക്കെയാണോ റിയൽ ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആ സ്ട്രഗിൾ ഒക്കെ കാണിച്ചിട്ട് ആ ഒരു ജേണി മനോഹരമായിട്ട് ആ എൻഡ് വരെ, ക്ലൈമാക്സ് വരെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അതേപോലെ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറേ സീൻസ് എന്റെ മൈൻഡിൽ ഇങ്ങനെ സ്ലൈഡ് ഷോ ആയിട്ട് വരുന്നുണ്ട്. ബിക്കോസ് ഇത് പറയാതിരിക്കാൻ പറ്റില്ല, പറഞ്ഞാൽ അത് സ്പോയിലർ ആവുമോന്ന് അറിയില്ല, മേ ബി സ്പോയിലർ ആവുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റില്ല, ബിക്കോസ് ആ സീനുകളൊക്കെ അത്രമാത്രം എന്റെ മനസ്സിനെ ഞാൻ കണ്ടപ്പോൾ എന്നെ ടച്ച് ചെയ്യുന്നതാണ്. അതിൽ ഫസ്റ്റ് സീൻ എനിക്ക് ഓർക്കുന്നത്, ഇതിൽ ഫസ്റ്റ് ആ നായികയോട് ഒരു സന്ദർഭത്തിൽ എനിക്ക് ഇഷ്ടമാണ്, നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമാണ്, നീ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ വേൾഡ് തന്നെ, ഈ ലോകം തന്നെ മാറ്റിമറിക്കും എന്ന് പറയുന്നു പോസിറ്റീവായിട്ട്, ആ ഒരു എനർജി അവിടെ. അപ്പൊ ആ ടൈമിൽ നായിക ഒന്നും പറയുന്നില്ല. പക്ഷെ മറ്റൊരു സന്ദർഭത്തിൽ ഒരു ഇമോഷണലായ സീനിൽ ഈ നായിക കരഞ്ഞുകൊണ്ട് നായകനോട് പറയുന്നുണ്ട്, അവളുടെ പ്രണയം അവരോട് പറഞ്ഞിട്ട് പറയാണ്, ചലോ ഇനി നീ പോയിട്ട് ഈ ലോകം നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നിനക്ക് വേണ്ടി മാറ്റിമറിക്കുക, നിനക്ക് സാധിക്കുമെന്നുള്ളത്. സോ അതൊക്കെ കാണുന്ന സമയത്ത് ശരിക്കും ഒരു ഗൂസ് ബംസ് ആണ്, നമ്മുടെ കോരിത്തരിപ്പ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അവർക്ക് വേണ്ടി ലോകം മാറ്റിമറിക്കുക, അവർ പോസിറ്റീവായിട്ട് പറയുന്ന സമയത്ത് അയ്യോ അതൊക്കെ നമ്മൾ സീനിൽ കാണണം. ഇമോഷണൽ പക്ക ഒരു സീനാണ്. പിന്നെ അതേപോലെ അവന്റെ മുത്തശ്ശീന്റെ അടുത്ത്, മുത്തശ്ശി എന്ന് പറയുന്നത് മരിക്കുന്നതിന് മുമ്പ് മുത്തശ്ശി ഇവനൊരു IAS ഓഫീസറായിട്ട് കാണണം. സോ IAS ഓഫീസറാ പോവാൻ വേണ്ടിയിട്ട് അതുവരെ ഞാൻ ആ ജീവിതത്തിൽ സമ്പാദിച്ചു വെച്ച കുറെ ക്യാഷുകൾ, പഴയ പണപ്പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്യാഷുകൾ എടുത്ത് ഇവന് കൊടുത്തിട്ട്, ഇതിപ്പോ നെക്സ്റ്റ് ടൈം വരുമ്പോ നീ ഒരു IAS ഓഫീസറായിട്ട് വരുമല്ലോ, അത് കണ്ടാൽ അങ്ങനെ വരുന്നതാണ് നിന്റെ മരിച്ചുപോയ മുത്തശ്ശൻ വളരെ സന്തോഷിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുന്ന ഇമോഷണലായ രംഗങ്ങൾ, അതേപോലെ അമ്മയുമായിട്ടുള്ള രംഗങ്ങള്, അച്ഛനുമായിട്ടുള്ള രംഗങ്ങള്, പിന്നെ കൂട്ടുകാരുമായിട്ടുള്ള രംഗങ്ങള്, ഇതൊക്കെ ഉണ്ട്. പിന്നെ അതേകൂടാണ്ട് എനിക്കൊന്നും പറയാതിരിക്കാൻ പറ്റുന്നില്ല, ഒരു രംഗത്തില് ഇവന്റെ ഒരു ഗുരുവായിട്ട്, അതായത് UPSC ഒക്കെ പഠിപ്പിക്കുന്ന ഒരു മാഷ്, ഒരു സുഹൃത്തും ഒരു ഗുരുവൊക്കെയാണ്, ഒരു ഉപദേശിയൊക്കെയാണ്. അങ്ങനെയുള്ളൊരു ആള് ഇവന് വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു. അതായത് മനോജ് കുമാർ ശർമ്മ എന്ന് പറയുന്നത് ഭയങ്കര സെൽഫ് റെസ്പെക്ട് ഉള്ള, അതായത് ഭയങ്കര ഔദാര്യത്തിൽ, ആരുടെ ഔദാര്യത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാൾക്കാണ്. പൈസ ഇല്ലെങ്കിൽ കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ കൂടി എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള ഒരാൾക്കാരാണ്, അല്ലാതെ വേറൊരു ഔദാര്യം സ്വീകരിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് മൂപ്പര് പല ജോലികളും ചെയ്തു, പല കഷ്ടപ്പെട്ട ജോലികളൊക്കെ ചെയ്തിട്ടാണ് ഈ പഠിക്കുന്നത്. സോ അത് സിനിമയിൽ പറയുന്നുണ്ട്, ദിൻപർ കാം രാത് പർ പഠായി, രാവിലെ മുഴുവൻ പണിയെടുത്ത് രാത്രി മുഴുവൻ പഠിച്ച് അങ്ങനെ 3 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടാണ് ഈ കംപ്ലീറ്റ് പഠിക്കാനും ഒക്കെ പോകുന്നത്. സോ വളരെ കഷ്ടപ്പാടിലാണ്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മൂപ്പര്, ആ ഗുരുവായ ആള് പറയാണ്, നീ ഇന്ന് മുതൽ ജോലിയൊക്കെ നിർത്തിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം, 100% കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ പറയുന്നത് അയ്യോ അതൊക്കെ ചെയ്യാൻ പറ്റില്ല, അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവുന്നൊക്കെ. അപ്പൊ മൂപ്പര് പറയുന്നുണ്ട്, ഇത് നിന്റെ മാത്രം പോരാട്ടമല്ല, നീ ഈ പോരാടുന്നത് നിന്റെ മാത്രം പോരാട്ടമല്ല, ഇത് നമ്മളെ എല്ലാവരുടെയും പോരാട്ടമാണ്. ബിക്കോസ് ഇത് സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്ക് UPS എക്സാം ഒക്കെ ഒരു ബാലികേറാ മലയാണ്, അങ്ങനെ ആണ്, അവരെ കൊണ്ടൊന്നും ഇത് സാധിക്കില്ല എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ട്. സോ അവർക്കൊക്കെ തിരുത്തി കാണിക്കാനുള്ള ഒരു ഇതാണ്. സോ നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ജയിച്ചാൽ തന്നെ ഇത് നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാനുള്ള ഒരു രീതിയായിട്ട് മാറും. സോ ഇത് നിന്റെ മാത്രം പോരാട്ടമല്ല, നമ്മുടെ എല്ലാവരുടെയും പോരാട്ടമാണ്. സോ അതിൽ നീ ജയിക്കണം. അങ്ങനെ ജയിക്കണമെങ്കിൽ നീ ഇതൊക്കെ വിട്ടിട്ട് നീ 100% ആയിട്ട് നീ കോൺസെൻട്രേറ്റ് ചെയ്യണം. സോ അതിനുള്ള സൗകര്യങ്ങൾ നിനക്ക് വേണമെന്ന് പറഞ്ഞിട്ട് മൂപ്പരുടെ റൂമിൽ മൂപ്പർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. സോ അതൊക്കെ ശരിക്കും ഒരു സഹായം, അതൊരു റിയൽ, ഇതൊക്കെ സംഭവം എന്ന് വെച്ചാൽ
ഇതൊക്കെ റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണെന്ന് പറയുമ്പോൾ അതിനേക്കാളും കൂടുതൽ കോരിത്തരിപ്പുകൾ, അതിനേക്കാളും കൂടുതൽ ഇൻസ്പിറേഷൻ നമുക്ക് ഉണ്ടാക്കുന്നതാണ്. കൂടാതെ ആ ഒരു ശ്രദ്ധാ ജോഷി എന്ന കഥാപാത്രം, ആ റിയൽ ലൈഫിലെ ആ മാഡം എന്തൊക്കെ പറഞ്ഞാല് ലൈക്ക് ഗോഡ്, ലൈക്ക് ദൈവത്തിന്റെ കൈകൾ എന്നൊക്കെ പറയുന്നത്, അതേപോലെ തന്നെ ഇങ്ങനെ അവരൊക്കെ കാണുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻസ്പിറേഷൻസ് ആണ്. ഇവരൊക്കെയാണ് നമുക്ക് ഇൻസ്പിറേഷൻസ് ശരിക്കും, സ്വപ്നം കാണുന്നവർക്ക് ഇൻസ്പിറേഷൻസ്. ഇത് ആക്ച്വലി മുകേഷ് കുമാർ ശർമ്മ എന്ന് പറഞ്ഞ ആ വ്യക്തി അത്രയും സ്ട്രഗിളിൽ നിൽക്കുന്ന സമയത്ത്, ജീവിതത്തിൽ തോൽവിയിലൂടെ പോകുന്ന സമയത്താണ് ഈ പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നതും. പക്ഷെ ആ പെൺകുട്ടി അവർ ഫസ്റ്റ് സുഹൃത്തുക്കളാവുന്നു, പിന്നെ പ്രണയത്തിലാവുന്നു. പക്ഷെ ആ തോൽവിയിൽ ഇരിക്കുന്ന സമയത്തും ആ കുട്ടി അവരുടെ കൈ ചേർത്ത് പിടിച്ച് നിനക്ക് പറ്റുമെന്ന ആത്മവിശ്വാസം കൊടുത്ത് സപ്പോർട്ട് ചെയ്ത്, സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിന്ന് വിജയത്തിലേക്ക് കൈപിടിച്ച് രണ്ടുപേരും ഒരുമിച്ച് പോകുന്ന ഒരു സംഭവമുണ്ട്. അതൊക്കെ എന്ന് പറയുമ്പോൾ അത് റിയൽ ലൈഫിൽ നടന്ന സംഭവമാണ്. അങ്ങനത്തെ ഒരു റിയൽ ലൈഫ് വ്യക്തി ഇപ്പുറം ഭാഗത്ത് ഉണ്ട് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഗൂസ്ബംസ് ആണ്. അയ്യോ. സോ അവസാനം ഇവരെ കാണിക്കുന്നുണ്ട്, ഈ റിയൽ ശർമ്മേനും മുകേഷ് കുമാർ ശർമ്മേനും അല്ലെങ്കിൽ ഈ ശ്രദ്ധാ ജോഷിനൊക്കെ റിയൽ ആയിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്, അതിൽ ഫോട്ടോസ് ഒക്കെ കാണിക്കുന്നുണ്ട്. സോ അത് ശരിക്കും നമുക്കൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ സ്വപ്നം കാണാത്തവരായിട്ടൊന്നും ആരുമില്ല. എല്ലാവർക്കും ഉണ്ട് ആഗ്രഹങ്ങൾ, ഇന്നതൊക്കെ ചെയ്യണം, ഇന്ന നിലയിൽ എത്തണം, ഇന്ന ജോലി ചെയ്യണം, ഇന്ന ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്നത് പഠിക്കണം എന്നൊക്കെ. പക്ഷെ ഈ സിനിമയിൽ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അല്ലാതെ ആരോടും പോയിട്ട് നാളെ പോയിട്ട് IAS എഴുതാനോ IPS എഴുതാനോ അല്ല പറയുന്നത്. അത് മാത്രം മഹത്വവൽക്കരിച്ചുകൊണ്ടെന്നല്ല പറയുന്നത്. ഇത് പറയുന്നത് നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ, നമുക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നത്തിലേക്ക് നടന്ന് കയറാനുള്ള ഒരു എന്താണ് ബാക്ക് സപ്പോർട്ടാണ് ഈ സിനിമയായിട്ടാണ് ഞാൻ കരുതുന്നത്. ബിക്കോസ് ഒരുപാട് സ്ട്രഗിൾസിലൂടെ, എല്ലാത്തിലും സ്ട്രഗിൾ ഉണ്ട്, ഒന്നും സ്ട്രഗിൾസ് ഇല്ലാണ്ട് നമുക്കത് നേടിയെടുക്കാൻ പറ്റൂല. സോ ആ സ്ട്രഗിൾസും ഹാർഡ് വർക്കും നമുക്ക് ഉണ്ടായാൽ, നമുക്ക് തോൽവി എന്നുള്ളത് നമ്മളെ അലട്ടുന്നില്ലെങ്കിൽ, അലട്ടാതെ മുമ്പോട്ട് പോയി നമ്മുടെ സ്വപ്നം, നമ്മുടെ ജീവിത സാക്ഷാത്കാരത്തിലേക്കുള്ള അല്ലെങ്കിൽ ആ സ്വപ്നത്തിലേക്കുള്ള ചവിട്ടുപടി കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്പിറേഷനാണ്, മോട്ടിവേഷനാണ് ഈ സിനിമ നൽകുന്നത്. അങ്ങനെ സ്വപ്നം കാണുന്ന ഒരുപാട് കോടാനുകോടി, ലക്ഷക്കണക്കിന് കോടാനുകോടി ആൾക്കാർ, ചെറുപ്പക്കാര് ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഈ ഒരു ഇൻസ്പിറേഷണൽ മൂവി തന്നെയാണ്. സോ ഈ മൂവി കാണാത്തവരോട്, കാണില്ല എന്ന് പറയുന്നവരോട് എനിക്ക് അങ്ങനെ ചില ആൾക്കാരെ ഉണ്ടോ, പക്ഷെ അങ്ങനെ ഉള്ളവരോട് ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, നിങ്ങൾ അത്രയും നല്ലൊരു ഇൻസ്പിറേഷണൽ മൂവി നിങ്ങളുടെ ലൈഫിൽ മിസ്സാക്കുന്നുണ്ട്. സോ ഡോണ്ട് എവർ മിസ് ഇറ്റ്. നിങ്ങൾ വിത്തൗട്ട് ഫെയിൽ, 12th ഫെയിൽ പോയിട്ട് കാണണം, OTT പോയിട്ട് കാണണം. സോ അത്തരത്തിലുള്ള കുറെ എന്താണ് ഇങ്ങനത്തെ സിനിമകൾ വൺസ് ഇൻ എ ഡിക്കേഡ്, വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നൊക്കെ ചിലപ്പോൾ വരും. പക്ഷെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ഈ ഒരു കാര്യമാണ്. നമുക്ക് ഈ ഒരു സ്റ്റോറി ഒരു വെറും ഒരു കഥയല്ല, ഈ ഒരു സ്റ്റോറി എന്നൊരു ഒരാളുടെ ലൈഫ് ആയിരുന്നു എന്ന് അറിയുന്ന സമയത്ത് നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഫിലിം ആരും മിസ്സാക്കരുത്. ദയവ് ചെയ്ത് നിങ്ങൾ പോയി OTT പോയിട്ട് ഇരുന്ന് കാണുക. ആൻഡ് ഒരു കാര്യം കൂടി പറയാൻ, അതായത് ഈ പടമൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പേരെ ഓർക്കും. അതായത് ഇപ്പം ശ്രദ്ധാ ജോഷി പോലെയുള്ളവർ, അവരുടെ സുഹൃത്തിനെ പോലെയുള്ളവർ, ആ ഒരു ഗുരുവിനെ പോലെയുള്ള ഒരാൾക്കാർ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത്, നമ്മൾ തോൽവി അറിഞ്ഞ് അല്ലെങ്കിൽ തോറ്റു നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നവർ ആരാണോ അവരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ അവരാണ് നമ്മുടെ യഥാർത്ഥ ബന്ധങ്ങൾ. ആ ബന്ധങ്ങളെ തിരിച്ചറിയുക നമ്മളെപ്പോഴും. അല്ലാതെ നമ്മൾ ജയിക്കുമ്പോൾ മാത്രം നമ്മുടെ കൂടെ നിൽക്കുന്നവരല്ല നമ്മുടെ യഥാർത്ഥ നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ഫാമിലി എന്ന് പറയുന്നത്. നമ്മുടെ തോൽവിയിൽ നിൽക്കുമ്പോഴും നമുക്ക് ആത്മവിശ്വാസം തന്നു നമുക്കത് ചെയ്യാൻ പറ്റും എന്ന് കരുതി നമ്മളെ കൈപിടിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ ഊർജം തരുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഓർക്കാനുള്ള ഒരു സിനിമയും കൂടിയാണ്. ഓർക്കുക മാത്രമല്ല, അവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൈപിടിച്ച് ഒരുമിച്ച് നിൽക്കാൻ പ്രാപ്തരാക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ മുമ്പോട്ട് പോകാൻ നമ്മൾക്ക് ഊർജം പകരുന്ന ഒരു സിനിമ തന്നെയാണ് ഇത്. പിന്നെ ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സിനിമയിൽ തന്നെ എപ്പോഴും പറയുന്നുണ്ട്, ഹാരേങ്കനായി, നമ്മൾ ഒരിക്കലും തോൽക്കില്ല. ആ കഥാപാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ എത്ര തോൽവി സംഭവിച്ചാലും, ഒരു പ്രാവശ്യം എഴുതി എക്സാം തോറ്റു, രണ്ടാമത് എഴുതി തോറ്റു, ജീവിതത്തിൽ കുറെ പ്രാരാബ്ധം, അങ്ങനെ നിന്ന് നമുക്ക് ജീവിത ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരുപാട് തോൽവികളും പിന്നെ പ്രയാസങ്ങളും തടസ്സങ്ങളൊക്കെ നേരിടും. അപ്പോഴൊക്കെ നമ്മൾ ഈ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു ഗുരു പറയുന്ന ഒരു അഡ്വൈസ് ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ്? യു ഹാവ് ടു റീസ്റ്റാർട്ട്. നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുക, നിങ്ങൾ തളരരുത്. നിങ്ങൾ എവിടുന്നാണോ നിങ്ങൾ നിന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എവിടുന്നാണോ തോറ്റത്, അവിടുന്ന് നമ്മൾ വീണ്ടും നമ്മുടെ ഹാർഡ് വർക്ക്, നമ്മുടെ ആ സ്വപ്നം, നമ്മൾ ആ സ്വപ്നത്തിലേക്കുള്ള ആ യാത്ര റീസ്റ്റാർട്ട് ചെയ്യുക, അല്ല ഹാർഡ് വർക്ക് റീസ്റ്റാർട്ട് ചെയ്യുക.
സോ നിങ്ങളും നമ്മളും എല്ലാവർക്കും നമുക്ക് ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യാം ഈ സിനിമ കണ്ടുകൊണ്ട് തന്നെ. സോ ഡോണ്ട് മിസ് ഇറ്റ്. Please go and watch 12th Fail without fail. So thank you so much guys for watching me again and see you soon.